നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ മാത്രമല്ല, കുറേ നാളുകളായി ഇന്ത്യയിലെ മാധ്യമരംഗം, ചാനലുകളായിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ, മുഖ്യധാരയിൽ നിൽക്കുന്ന സകല മാധ്യമങ്ങളും BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയമായ പക്ഷപാതം കാണിക്കുന്നു എന്നുള്ള വിമർശനം വ്യാപകമായി ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യരെ പോലും ബാധിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാവേണ്ടിയിരുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്യുക പോലുമില്ല എന്ന് മാത്രമല്ല, ഒരു വരി വാർത്ത പോലും കൊടുക്കാത്ത സാഹചര്യമുണ്ട്. നമ്മൾ അവസാനമായി പൗരത്വ ഭേദഗതി നിയമം, അത് കഴിഞ്ഞ് ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള അതിരൂക്ഷമായ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഇടവരുത്തുമായിരുന്ന വിഷയങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ഇത് ഇവിടുത്തെ മാധ്യമ സംസ്കാരത്തിൻ്റെ, പുതിയതായി രൂപം കൊണ്ട മാധ്യമ ശൈലിയുടെ, കച്ചവട മുതലാളിത്ത സമീപനത്തിൻ്റെ, പണം ആധിപത്യം നേടിയ മാധ്യമ ഉള്ളടക്ക സമീപനത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടായിരുന്നു ഒടുവിൽ കൈകാര്യം ചെയ്യപ്പെട്ട വിഷയം. ഇലക്ട്രൽ ബോണ്ട് ഒരു കൊള്ളാവുന്ന പരിപാടിയാണ്, അതിനെതിരെ കോടതി എടുത്ത സമീപനം അത്ര നല്ലതാണോ എന്നൊക്കെയുള്ള സംശയമുയർന്ന വിധത്തിലുള്ള ചർച്ചകൾ അങ്ങ് ദില്ലി മുതൽ കേരളം വരെ ഉയർന്നു വന്നു. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുള്ള ദൃശ്യമാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകൾ ഇരട്ടത്താപ്പ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു എന്ന് നമുക്ക് ഈ മലയാള നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്നും ബദലായ ഒരു മാധ്യമ ശൈലി രാജ്യത്ത് രൂപപ്പെടുന്നു എന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മോഡി മീഡിയ, മോഡിയ എന്നൊക്കെ അറിയപ്പെടുന്ന പുത്തൻ മാധ്യമ സംഘത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള ചില നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ അസ്തമിച്ചു പോയി എന്നൊക്കെയുള്ള സൂചനകൾ തരുന്ന ചില സാമൂഹ്യ മാധ്യമ നേതൃത്വത്തിലുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന വിശദമായ വിവരങ്ങളടങ്ങിയ ഒരു ലേഖനം ടെലഗ്രാഫ് ദിനപത്രത്തിൽ രാജഗോപാൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാജ്യത്ത് ഇങ്ങനെയുള്ള ചില പുതിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വരും. ഒരുപക്ഷെ നിലവിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും ഈ സാഹചര്യം പുതിയതായി ഇങ്ങനെ രൂപപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും രാജഗോപാലിൻ്റെ ഈ ലേഖനം സഹായിക്കും. കീബോർഡ് ഗറില്ലകൾ എന്ന തലക്കെട്ടിൽ എഴുതിയ രാജഗോപാലിൻ്റെ ലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് മലയാളത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആരംഭിക്കാം. മാർച്ച് 16 രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കും എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം ന്യൂസ് റൂമുകൾ പതിവിലേറെ തിരക്കിലേക്ക് നീങ്ങിയ സമയത്ത് എൻ്റെ ഫോണിലേക്ക് 2 സന്ദേശങ്ങൾ വന്നു. ആദ്യത്തേത് ഇന്ത്യ ടുഡേ മീഡിയ കോൺക്ലേവിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് അരുൺ പുരി ക്ഷണിക്കുന്നതായിരുന്നു. ഇതേ വേദിയിൽ വെച്ച് കഴിഞ്ഞ വർഷമാണ് പ്രധാനമന്ത്രിയെ ഇക്കൊല്ലത്തെ മീഡിയ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചത് എന്നും ദക്ഷിണേന്ത്യയിലെ പര്യടനം പൂർത്തിയാക്കാതെ മോദി ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ടുഡേ പരിപാടിയിലേക്ക് വന്നു എന്നും അരുൺ പുരി നന്ദിയോടെ ഓർത്തു. പ്രധാനമന്ത്രിയോടുള്ള കടപ്പാടിനെ ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കുകൾ കൊണ്ടാണ് അരുൺ പുരി വിശേഷിപ്പിച്ചത്. സദസ്സ് കയ്യടികളോടെ പുരിയുടെ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്ദേശം വന്ന് 10 മിനിറ്റുകൾക്ക് ശേഷം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ സന്ദേശവും എൻ്റെ ഫോണിലേക്ക് എത്തി. ദ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ധന്യ രാജേന്ദ്രൻ്റെ എക്സിലെ ഒരു പോസ്റ്റായിരുന്നു അത്. ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനും വിശകലനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പോർട്ടലാണിത്. മാർച്ച് പകുതി മുതൽ 25ഓളം മാധ്യമ പ്രവർത്തകർ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സംസാരത്തിന് ഇടെയാണ് അങ്ങനെയെങ്കിൽ ഒന്നിച്ച് വാർത്തകൾ ചെയ്തുകൂടെ എന്ന ആശയം വരുന്നത്. അങ്ങനെ ന്യൂസ് ലോണ്ടറിയും scroll.inഉം ദ ന്യൂസ് മിനിറ്റും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായി. ഇതിനുശേഷം 10ഓളം മാധ്യമ പ്രവർത്തകരെ ഇത് സംബന്ധിച്ച വാർത്തകൾക്കായി ചുമതലപ്പെടുത്തി. അതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നവരോ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരോ ആയിരുന്നില്ല ഇവരാരും തന്നെ. തെരഞ്ഞെടുപ്പ് ബോണ്ട് വാർത്തകൾക്കായി ഇവർ ഒന്നിച്ചു. ഇതുവരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് 9 വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. ജോലി സമയത്ത് ചെയ്തു തീർക്കുക മാത്രമാണ് ഈ ടീമിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും. അവർ ആരുടെ ബൈലൈനാണ് നൽകേണ്ടത് എന്നുപോലും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. ഇതാണ് ധന്യ രാജേന്ദ്രൻ എക്സിൽ കുറിച്ച പോസ്റ്റിൻ്റെ ചുരുക്കം. എത്ര മനോഹരം അല്ലേ എന്നാണ് എനിക്ക് ഈ സന്ദേശം അയച്ചു തന്ന സീനിയർ ജേർണലിസ്റ്റ് ചോദിച്ചത്. ഇത് മനോഹരമാണെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ നാഴികക്കല്ലുകൂടിയാണ്. പുരി പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയതും ധന്യ രാജേന്ദ്രൻ സൂചിപ്പിച്ച മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയും എല്ലാം ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങൾ സർക്കാരിനെ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറച്ചായി.
സ്വകാര്യ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കായി ദ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും ഫെബ്രുവരിയിൽ സഹകരിച്ചിരുന്നു. ഫെബ്രുവരിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വകാര്യ കമ്പനികൾ നേരിട്ട് നൽകിയ പണത്തെക്കുറിച്ചായിരുന്നു റിപ്പോർട്ടുകൾ എങ്കിൽ മാർച്ചിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് SBI ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിനെക്കുറിച്ചായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സുവർണകാലം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടായ ശ്രമങ്ങൾ. ദ ടൈപ്പ് റൈറ്റർ ഗറില്ലാസ് എന്ന തലക്കെട്ടിൽ 1980കളിൽ പ്രതീഷ് നന്ദെ എഡിറ്ററായുള്ള ഇല്ലസ്ട്രേറ്റ് വീക്കിലിയിൽ ഒരു കവർ സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടിരുന്നു. 20 അന്വേഷണാത്മക ജേർണലിസ്റ്റുകളെക്കുറിച്ച് പറഞ്ഞ 1977 പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ തലക്കെട്ട് വന്നത്. 1971 യുദ്ധത്തിനിടെ പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ചു എന്ന വിവരം പുറത്തു കൊണ്ടുവന്ന ജാക്ക് ആൻഡേഴ്സണും വാട്ടർ ഗേറ്റ് റിപ്പോർട്ടർമാരിൽ ഒരാളായ കാൾ ബെൻസ്റ്റെയിനും അടക്കമുള്ളവരെക്കുറിച്ചായിരുന്നു ഈ പുസ്തകം. ഇന്ത്യയിലെ അത്ര പരിചിതമല്ലാത്ത ഇംഗ്ലീഷ് ജേർണലിസ്റ്റുകളുടെ പുതുതലമുറയെക്കുറിച്ചായിരുന്നു ഇല്ലസ്ട്രേറ്റ് വീക്കിലിയുടെ കവർ സ്റ്റോറി പറഞ്ഞത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നുള്ള വാർത്താക്കുറിപ്പുകളെ വാർത്തയാക്കുന്നതായിരുന്നു പൊതുരീതി. ഇതിൽ നിന്നും മാറിയുള്ള മാധ്യമപ്രവർത്തനമായിരുന്നു ടൈപ്പ് റൈറ്റർ ഗറില്ലാസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മാധ്യമപ്രവർത്തകർ നടത്തിയത്. പ്രാദേശിക ഭാഷാ മാധ്യമപ്രവർത്തനം ശക്തമായിരുന്നുവെങ്കിലും ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്വീകാര്യതയും സ്വാധീനവും ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ടൈപ്പ് റൈറ്റർ ഗറില്ലകളുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊന്ന് ഇന്ത്യ ടുഡേ ആയിരുന്നു. 1975 ഇന്ത്യ ടുഡേ പുറത്തിറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഒരു കൊടുങ്കാറ്റായാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് അരുൺ ഷൂരി കടന്നു വന്നത്. ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തെ അദ്ദേഹം അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിൻ്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റി. ആരെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് വാർത്ത, ബാക്കിയെല്ലാം പരസ്യമാണ്. ഇന്ത്യ ടുഡേയുടെ ഓഫീസിൽ ചില്ലിട്ടു വച്ചിരിക്കുന്ന ഈ വാചകം ഏതൊരു ജേർണലിസം വിദ്യാർത്ഥിക്കും പ്രചോദനമാണ്. ഷൂരിയെപ്പോലുള്ള ടൈപ്പ് റൈറ്റർ ഗറില്ലകളിൽ പലരും പിന്നീട് രാഷ്ട്രീയത്തിലേക്കെത്തി. ഭാവിയിലെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ മാധ്യമപ്രവർത്തനത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ അരുൺ ഷൂരി കേന്ദ്രമന്ത്രിയായി. ദ ടെലഗ്രാഫ് പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്ന MJ അക്ബർ രാജ്യസഭാംഗവും മോദി മന്ത്രിസഭയിൽ അംഗവും ആയി. ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ വിഭാഗം മാധ്യമപ്രവർത്തകരെത്തിയിരിക്കുന്നു. ദ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവും ദ മൂക്ക് നായക്കും ആർട്ടിക്കിൾ 19ഉം ദ വയറും സ്ക്രോളും മറ്റു പോർട്ടലുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ദ ക്വിൻറ്റിലെ പൂനം അഗർവാളിനെയും പരാമർശിക്കാതിരിക്കാനാവില്ല. പ്രൊജക്റ്റ് ഇലക്ട്രൽ ബോണ്ടിൽ ന്യൂസ് ലോണ്ടറി, സ്ക്രോൾ, ദ ന്യൂസ് മിനിറ്റ് എന്നീ മാധ്യമങ്ങൾക്ക് പുറമെ നിരവധി സ്വതന്ത്ര മാധ്യമപ്രവർത്തകരുമുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം പിന്തിരിഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള ഇത്തരം പരിശ്രമങ്ങൾ അസാധാരണമാണ്. കോവിഡിനെ തുടർന്നുള്ള പ്രതിസന്ധിയെ തുടർന്ന് ആവശ്യത്തിന് വിഭവങ്ങളില്ല എന്ന് തുടങ്ങിയ വിചിത്രവാദങ്ങളാണ് ഇപ്പോഴും വാർത്തയ്ക്കു പിന്നാലെ പോവാതിരിക്കാനുള്ള കാരണമായി മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത്. പൊതു ലക്ഷ്യത്തിന് വേണ്ടി പരിമിത വിഭവങ്ങളെയും വിദഗ്ധരെയും എങ്ങനെ സജ്ജമാക്കാം എന്നതിൻ്റെ സാധ്യത കൂടിയാണ് പ്രൊജക്റ്റ് ഇലക്ട്രൽ ബോണ്ട് കാണിച്ചു തരുന്നത്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വാർത്തകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന മാധ്യമധർമ്മം പൂർത്തീകരിക്കാൻ പ്രൊജക്റ്റ് ഇലക്ട്രൽ ബോണ്ടിന് സാധിച്ചിട്ടുണ്ട്. നായ കുരക്കുന്നില്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു വന്നപ്പോൾ കാവൽ നായ്ക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഉറക്കെ കുരച്ചില്ല, മറിച്ചു മുരളുകയും മൂളുകയും മാത്രമാണ് ചെയ്തത്. 2011 ഓഗസ്റ്റ് 17 രണ്ടാം UPA കാലത്ത് അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ നിരാഹാര സമരം ആരംഭിച്ചപ്പോൾ ഒരു ദേശീയ മാധ്യമം എങ്ങനെയാണ് ആ സംഭവത്തെ വാർത്തയാക്കിയത് എന്നുകൂടി നോക്കുക. ദ ഇന്ത്യൻ ജേർണലിസം റിവ്യൂവിൽ പ്രീതം സെൻ ഗുപ്തയുടെ റിപ്പോർട്ട് പ്രകാരം ആ ദേശീയ മാധ്യമത്തിൻ്റെ 14 പേജുകളിലായി 34 ന്യൂസ് സ്റ്റോറികളും 2 ഒപ്പീനിയൻ പീസുകളും 41 ചിത്രങ്ങളും ഒരു കാർട്ടൂണും അണ്ണാ ഹസാരെയുടെ സമരത്തെക്കുറിച്ചായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അപൂർവ മാധ്യമങ്ങൾ ഒഴികെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ആ വാർത്തയെ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ നൽകിയില്ല. ആ ശൂന്യത നികത്തിക്കൊണ്ടാണ് കീബോർഡ് ഗറില്ലകളുടെ വരവ്. ഇത് ഏതെങ്കിലും തലമുറയുടെ പ്രശ്നമല്ല. ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യ ടുഡേ മീഡിയ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻ ചീഫും വൈസ് ചെയർമാനുമായ കല്ലി പുരി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രതിപക്ഷത്തിൻ്റെ ജോലി മാധ്യമങ്ങൾക്ക് ചെയ്യാനാകില്ല. അങ്ങനെ ചെയ്യും എന്ന പ്രതീക്ഷകളാണ് മാധ്യമങ്ങൾക്ക് ഗോദി അല്ലെങ്കിൽ മോദി മീഡിയ എന്ന വിളി കേൾക്കേണ്ടി വരുന്നത്. പ്രതിപക്ഷത്തിന് ഒത്തൊരുമയില്ലെങ്കിൽ അതിന് മാധ്യമങ്ങളെ പഴിക്കരുത്. ഇല്ലാത്ത തുല്യശക്തിയെ പ്രതിനിധീകരിക്കാൻ ഞങ്ങൾക്ക് ആകില്ല. ബോക്സിംഗ് മത്സരത്തിലെ കാഴ്ചക്കാരാണ് ഞങ്ങൾ. ഏതെങ്കിലും ഭാഗം ദുർബലരാണെങ്കിൽ അവർക്ക് വേണ്ടി ബോക്സിംഗ് റിങ്ങിലേക്ക് ചാടിയിറങ്ങാൻ ഞങ്ങൾക്കാവില്ല.
ഇത് ഭയമല്ല, ഇത് കാര്യക്ഷമതയുടെയും നിയമങ്ങളുടെയും വേഷങ്ങളുടെയും പ്രശ്നമാണ്. ഞങ്ങൾ സന്ദേശമല്ല, ഞങ്ങൾ മീഡിയം. ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അതിശയിപ്പിക്കുന്ന അഭിപ്രായം എന്ന വിശേഷണം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് മോദി സർക്കാരിൻ്റെ കാതുകൾക്ക് ഇമ്പമാർന്ന അഭിപ്രായമാണിത്. അതുകൊണ്ടാണ് കീബോർഡ് ഗെറിലകളെ നമുക്ക് ഏറെ ആവശ്യമായി വരുന്നത്. ഇലക്ട്രൽ ബോണ്ട് കാലത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം രൂപപ്പെടും എന്ന് മുമ്പ് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ നാം ഇന്ന് മാധ്യമങ്ങളുടെ മയക്കുന്ന പ്രഭാമയമായി അവർ സൃഷ്ടിക്കുന്ന പ്രത്യേക ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. അവിടെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്ന മാധ്യമ കണ്ണുകൾ ഉണ്ടാകുന്നില്ല, കുറഞ്ഞു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ ഘട്ടത്തിലാണ് ആർ രാജഗോപാൽ സൂചിപ്പിക്കുന്ന കീബോർഡ് ഗെറിലകളുടെ സാധ്യത നമുക്ക് മുന്നിൽ ഉയരുന്നത്. നമ്മൾ മുഖ്യധാരയിൽ പാരമ്പര്യമായി കണ്ടുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ മാത്രമല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന ബോധമാണ് ഈ ഘട്ടത്തിൽ നമുക്കുണ്ടാവുക. അങ്ങനെയുള്ള കാഴ്ചകളാണ് ചുറ്റും കാണുന്നത്. അത് ദില്ലിയിൽ മാത്രമല്ല, മലയാളത്തിൽ നമ്മുടെ പാവപ്പെട്ട മലയാളം ന്യൂസ് ചാനലുകളും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ആരംഭിച്ചിരിക്കുന്നു. അവരുടെ ആളുകളാണ് ഇവിടെ മത്സരിക്കുന്നതും അവിടെ ഭരിക്കുന്നതും എന്ന തോന്നൽ ഇലക്ട്രൽ ബോണ്ട് വിഷയം ചർച്ച ചെയ്ത ഘട്ടത്തിൽ ആ തോന്നൽ അവർക്കുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്കും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.